കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അതീവ ദുഃഖകരമായ വൈകാരികമായ ഒരു മുഹൂർത്തത്തിനാണ് പുത്തുമലയിൽ നാം സാക്ഷ്യം വഹിക്കുന്നത്. 67 മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കുക. അതായത് അവകാശികളില്ല എന്ന് കണ്ടെത്തിയ 27 മൃതദേഹങ്ങളുണ്ടായിരുന്നു. ഒപ്പം വിവിധയിടങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ചാലിയാറിൽ നിന്നടക്കം ശരീരഭാഗങ്ങളും ലഭ്യമായിരുന്നു. അങ്ങനെയാണ് 67 മൃതശരീരങ്ങളുള്ളത്. ഒപ്പം 100ഓളം കുഴിമാടങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ തീർക്കും. അവിടെ സൂക്ഷിച്ചിരുന്ന വേളയിലും തിരിച്ചറിയാൻ കഴിയാതെ പോയതുണ്ട്. ഒപ്പം അവകാശങ്ങൾ വ്യത്യസ്തമായി വന്നവ ഉണ്ട്. ഒപ്പം ഡീകമ്പോസ് ആകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം പരിഗണിച്ചാണ് വേഗത്തിലുള്ളൊരു സംസ്കാരത്തിലേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് ഒടുവിലെത്തിയത്. സംബന്ധിച്ച് അന്തിമ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുക കൂടി വേണം. ഒപ്പം പലരും നേരത്തെ ഉന്നയിച്ച പല സാമൂഹിക സംഘടനകളും വിവിധ ഗ്രൂപ്പുകളൊക്കെ ഉന്നയിച്ചൊരു കാര്യം, പലരും ഇവിടെ അവരുടെ ബന്ധുക്കൾ എന്ന് കരുതുന്ന, ഉറ്റവരെന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ കൂടി വിശ്വാസത്തെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സംസ്കാരം വേണം എന്ന കാര്യം കൂടി അവർ പങ്കുവച്ചിരുന്നു. അതുകൊണ്ടൊരു സർവ്വമത പ്രാർത്ഥന കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ളൊരു മുകളിലൊരു പ്ലാറ്റ്ഫോം പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്.